നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. സംയുക്ത ട്രേഡ് യൂണിയൻ ക്യാമ്പയിൻ കമ്മിറ്റി പുനലൂർ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പത്തനാപുരത്ത് നടന്നു. പുനലൂർ നഗരസഭയിൽ ഇന്ന് നടത്താനിരുന്ന വിവിധ ലേലങ്ങൾ കരാറുകാർ എത്താത്തതിനാൽ മുടങ്ങി. ലേലം അടുത്ത മാർച്ച് 10-ന്. കല്ലടയാറിന്റെ ജലനിരപ്പ് താഴ്ന്നു. കുടിവെള്ള പദ്ധതികൾ പമ്പിംഗ് അവതാളത്തിൽ. തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന നടപടി തീർത്തും പരാജയം. സംയുക്ത ട്രേഡ് യൂണിയൻ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുനലൂർ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയൻ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശവ്യാപകമായി നടന്നുവരുന്ന സമരത്തിന്റെ ഭാഗമായി പെട്രോൾ ഡീസൽ വില നിയന്ത്രണം പുനഃസ്ഥാപിക്കുക, വിലക്കയറ്റം തടയുക, പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക, നിർദ്ദിഷ്ട തൊഴിൽ നിയമ ഭേദഗതികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയിൽ നിന്നും പിന്തിരിയുക, തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം പ്രതിമാസം 10,000 രൂപയാക്കുക, കരാർ സമ്പ്രദായം അവസാനിപ്പിക്കുക, അസംഘടിത തൊഴിലാളികൾക്ക് പ്രത്യേക തൊഴിൽ നിയമം പാസാക്കുക, പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയൻ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ച് TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. ടൌൺ ചുറ്റിയ മാർച്ച് BSNL ഓഫീസിന് സമീപം പുനലൂർ പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി ഉദ്ഘാടനം ചെയ്തു. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാത്തടത്തോളം കാലം നമ്മുടെ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയാൻ പോകുന്നില്ല. ഉദാഹരണത്തിന് കേരളം ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ, പച്ചക്കറി ഇതെല്ലാം ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് റോഡ് മാർഗമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ റോഡ് മാർഗം ഈ സാധനങ്ങൾ എത്തുമ്പോഴുള്ള ലോറി ചാർജ് വളരെ കൂടുതലാണ്. കാരണം പെട്രോളിനും ഡീസലിനും വില കൂടുതലാണ്. അതിന് വില കുറഞ്ഞല്ലാതെ ഈ ലോറി ചാർജ് കുറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് കേന്ദ്ര ഗവൺമെന്റ് ഭരണകൂടങ്ങൾ തയ്യാറാവണം. സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യണം. ഇതിന്റെ എല്ലാം ഭാരം താങ്ങാനാവാതെ വിഷമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡുകളിലൊന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയുന്ന വിലയ്ക്ക് അനുസൃതമായി കുറഞ്ഞ നിരക്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക. ഈ അന്യായമായ രീതിയിൽ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ കരിഞ്ചന്തക്കാരും പൂഴ്ത്തിവയ്പ്പുകാരും നിത്യോപയോഗ സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് കൃത്രിമമായ വിലവർധന ഉണ്ടാക്കുമ്പോൾ യഥാസമയം സർക്കാർ മാർക്കറ്റിൽ ഇടപെട്ട് ലഭ്യമായ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും അരിയും പച്ചക്കറിയും ഗോതമ്പും ഇവിടെ വരുത്തി ന്യായവില ഷോപ്പുകളിലൂടെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്ത് സാധനങ്ങളുടെ വില നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു സമ്പ്രദായം കാര്യക്ഷമമായി ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. CPI നേതാവ് ജോബോയ് പെരേര അധ്യക്ഷത വഹിച്ചു. PC ചെറിയാൻ സ്വാഗതം പറഞ്ഞു. ടൈറ്റസ് സെബാസ്റ്റ്യൻ, ഒമേഗ രാജൻ, MA രാജഗോപാൽ, അയ്യപ്പൻ, രജിരാജ്, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. NGO യൂണിയൻ പുനലൂർ ഏരിയ വാർഷിക സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം V. അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ പുനലൂർ ഏരിയയുടെ 52ാം വാർഷിക സമ്മേളനമാണ് പുനലൂർ NSS ഹാളിൽ സംഘടിപ്പിച്ചത്. പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന തുടങ്ങിയ പരിപാടികളോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം അമൽ ഷാ രക്തസാക്ഷി പ്രമേയവും T. അജയകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P. സരസ്വതിയമ്മയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം V. അശോക് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ 3850 കോടി രൂപ മിച്ചവുമായാണ് ട്രഷറി കൈമാറ്റം നടക്കുന്നത്. ഇന്ന് ഓരോ ദിവസവും ട്രഷറി ഏത് രൂപത്തിൽ പോകുന്നു നമ്മൾ കണ്ടു. കഴിഞ്ഞ മാർച്ച് മാസം 31-ാം തീയതി ട്രഷറി കൂട്ടിയിടേണ്ട സ്ഥിതി വന്നു.
കടക്കണിയിൽ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ കേരളത്തിലെ ഗവൺമെന്റ് ചെന്ന് വീഴുകയാണ്. പിരിച്ചെടുക്കേണ്ടുന്ന നികുതി പിരിച്ചെടുക്കാൻ തയ്യാറല്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യവസായിക്കും വ്യാപാരിക്കും യഥേഷ്ടം സ്റ്റേ കൊടുക്കുന്നു. വൻകിടക്കാരിൽ നിന്ന് പിരിച്ചെടുക്കേണ്ടുന്ന നികുതി പിരിച്ചെടുക്കുന്നില്ല. ഓരോ വർഷവും സാധാരണക്കാരന്റെ മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ വർഷവും 1500 കോടി രൂപയുടെ അധിക നികുതി ഭാരം നമ്മുടെ എല്ലാം തലയിൽ കെട്ടിവെച്ചു. ബഡ്ജറ്റിലൂടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 5000 കോടി രൂപയുടെ നികുതി ഭാരമാണ് ഇന്ത്യയിൽ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അധികമായി കെട്ടിവെച്ചത്. വി സതീശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബി സോളമൻ, ജി ധന്യ, നോബൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഏരിയ പ്രസിഡന്റായി ബി സരസ്വതി അമ്മ, AEO ഓഫീസ് പുനലൂർ. വൈസ് പ്രസിഡന്റുമാരായി ജയചന്ദ്രൻ, ഫോറസ്റ്റ് ഓഫീസ് തെന്മല, M മനു, DEO ഓഫീസ് പുനലൂർ. സെക്രട്ടറി ബി സതീശൻ, ഗവൺമെന്റ് പോളിടെക്നിക് പുനലൂർ. ജോയിന്റ് സെക്രട്ടറിമാരായി അമൽ ഷാ S, PWD ഓഫീസ് അഞ്ചൽ, T അജയകുമാർ, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. ട്രഷറർ വി ഹരികുമാർ, റീസർവേ ഓഫീസ് പുനലൂർ. എൽ പ്രസാദ്, ഷാഹുൽ ഹമീദ്, P അരുണ, TS മിത്ത്, P പത്മരാജൻ, S ജയകുമാർ, ശ്രീലാൽ, ശ്രീനിവാസൻ, മോഹൻദാസ്, B പ്രവീൺ, സുബീർ ഖാൻ, അജിത്, ഷറഫുദ്ദീൻ, പുഷ്പകുമാരി തുടങ്ങിയവരാണ് മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രഥമ വൈദ്യപരിശീലന പരിപാടി പത്തനാപുരത്ത് സംഘടിപ്പിച്ചു. പത്തനാപുരം ജനമൈത്രി പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, റോട്ടറി ക്ലബ്ബ്, ഭാരതീയ സാംസ്കാരിക വേദി എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. റോഡപകടങ്ങൾ, തീപ്പൊള്ളൽ, വെള്ളത്തിൽ വീഴുക, വൈദ്യുതിയിൽ നിന്നുള്ള അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര പ്രഥമ ശുശ്രൂഷ നൽകി വളരെ വേഗം ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് നിയമ സംരക്ഷണം ഏർപ്പെടുത്തുന്നതിനുമായി വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി സ്കൂൾ മാനേജർ ജോസഫ് റമ്പാൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ ക്ലാസ്സിൽ കുട്ടികളെ അപ്പോൾ ഇവിടെ സ്ഥലം ആ പേര് പറയുകയാണ്, അയ്യോ സാറേ അങ്ങനെ പറയരുത്, ഞാനിവിടെ പഠിച്ചതാണ്, എന്റെ മോളെ ഇവിടെ തന്നെ പഠിപ്പിക്കണം. സാറ് എത്തി ചോദിച്ചു, എന്താ ഇത്ര താല്പര്യം? അദ്ദേഹം പറയുകയാണ്, സാറേ എന്റെ മോൾ ഇവിടെ പഠിക്കുന്നതിനും എനിക്ക് സുരക്ഷിതമായ സമാധാനങ്ങൾ കിട്ടി. വത്സരയെ കുഞ്ഞുങ്ങളെ എടുക്കുന്നതിന് താല്പര്യമാണ്, പക്ഷേ അവരുടെ സംരക്ഷണമാണ് വളരെ വലുത്. അവരെ നോടിലൂടെ പാസ് ചെയ്യുമ്പോൾ അവരുടെ വാഹനങ്ങളെ ഉപയോഗിക്കുകയാണ്. പത്തനാപുരം CI R ബൈജുകുമാർ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി പോലീസ് ഓഫീസർ MM ഷെരീഫ്, പുനലൂർ MEI ഫിറോസ് ഖാൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഈപ്പച്ചൻ, രഘുകുമാർ, ജെയിംസ് കക്കാട്, ഹാരിസ് പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ തലവൂരിൽ സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ജില്ലാ പഞ്ചായത്തിനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്താക്കി മാറ്റിയത് പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം കൊണ്ടാണെന്ന് S ജയമോഹൻ പറഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ, പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ, സാധാരണ ജനവിഭാഗങ്ങളുടെ ഇടയിൽ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയിൽ, അവരുടെ ജീവിത യാതനകളുടെ നടുവിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്നവരെന്ന നിലയിൽ അതിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വേദനകളും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രയാസങ്ങളും വേദനകളും അകറ്റാൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചെറിയ അധികാരവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ പദ്ധതി ചെറുതാണെങ്കിലും മഹാഭൂരിപക്ഷത് ജനങ്ങൾക്കത് പ്രയോജനകരമായി മാറി എന്നതാണ് 10-34 വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ജില്ലയിൽ ഒരു മാറ്റം വന്നു. ജനങ്ങൾക്ക് സന്തോഷമായി. സംസ്ഥാന ഗവൺമെന്റ് ഇതാണ് മെച്ചപ്പെട്ട പ്രവൃത്തി എന്ന നിലയിലേക്ക് കണ്ടു. ജില്ലാ പഞ്ചായത്തിനെ സംസ്ഥാനത്തെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ജില്ലാ പഞ്ചായത്താക്കി മാറ്റിയതിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു മുഖ്യ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. തലവൂർ നടുത്തേരി അനുപമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിവിഷൻ മെമ്പറും ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു ആമുഖ പ്രസംഗം നടത്തി. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ T ബിജു പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ മുഖ്യ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി K അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ RS ബീന, ഏലിയമ്മ ടീച്ചർ, G രാധാമോഹനൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെടുവന്നൂർ സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കുടുംബശ്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്ത്രീ സമൂഹത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കിയാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തലവൂരിൽ നടന്ന സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സ്ത്രീകളുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. സ്ത്രീ സമൂഹത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കിയത്. ജില്ലയിലെ തലവൂർ, ഏരൂർ, കുണ്ടറ, എഴുകോൺ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ മൊബൈൽ മാർക്കറ്റിംഗ് സംവിധാനം നടപ്പാക്കുന്നത്. മൊബൈൽ മാർക്കറ്റ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനവും വിപണന പരിശീലനവും നൽകിയിട്ടുണ്ട്. ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ജനങ്ങളിലെത്തിക്കുന്നതിനാണ് മൊബൈൽ മാർക്കറ്റിംഗ് ലക്ഷ്യമിടുന്നത്. മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ സംരംഭവും ഏറെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ മാർക്കറ്റിന്റെ താക്കോൽദാന കർമ്മം തലവൂർ നടുത്തേരി അനുപമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എഴുകോൺ ഗ്രാമപഞ്ചായത്തിനും കുണ്ടറ ഗ്രാമപഞ്ചായത്തിനും ഏരൂർ ഗ്രാമപഞ്ചായത്തിനും തലവൂർ ഗ്രാമപഞ്ചായത്തിനുമാണ് മൊബൈൽ മാർക്കറ്റിംഗിനായി ഒമിനി വാൻ നൽകിയത്. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ഹരികുമാർ, കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഉഷ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK സോമശേഖരൻ പിള്ള, തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ എന്നിവർ മൊബൈൽ മാർക്കറ്റ് വാഹനത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ലീലാമ്മ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം SL സജികുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ ചന്ദ്രമോഹനൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി K അനിൽകുമാർ എന്നിവർ മൊബൈൽ മാർക്കറ്റിംഗിനുള്ള വാഹനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ലയൺസ് ക്ലബ്ബിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഡയറക്ടർ സന്ദർശനം നടത്തി. 2014-15 കാലയളവിലെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ആദ്യ സന്ദർശനമാണ്. കഴിഞ്ഞ 45 വർഷമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്ബ് ഓഫ് പുനലൂരിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുന്നതിനും വിലയിരുത്തുന്നതിനുമായാണ് ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ NN മുരളി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. സന്ദർശനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങ് പുനലൂർ യൂണിറ്റ് പ്രസിഡന്റ് PB വേണു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NN മുരളി ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ N നൌഷറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പുനലൂർ നഗരസഭാ പരിധിയിലെ 2 അംഗൻവാടികൾക്ക് കസേരകളും കളിക്കോപ്പുകളും വിതരണം ചെയ്തു. ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ NN മുരളിയുടെ പത്നി യോഗവതി അന്തർജനം, ക്ലബ്ബ് സെക്രട്ടറി PC കുര്യാക്കോസ്, P ബിനു, S രാജേഷ് കുമാർ, S സുരേഷ് കുമാർ, റോയ് P ജോർജ്, സാബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ വളവുപച്ച അൽമനാർ LP സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ചിതറ വളവുപച്ച അൽമനാർ LP സ്കൂളിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. സർക്കാർ ഫണ്ട് ലഭ്യമാക്കി ഉപയോഗിച്ച പുതിയ പാചകപ്പുരയും കുരുന്നു കൈകളിൽ ഒരു കോഴി എന്ന പദ്ധതിയും ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്, നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കും. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ഥായിയായി നിലനിൽക്കുന്ന കാര്യം പ്ലാറ്റ്ഫോം, കിച്ചൺ, അടുക്കള, അതുപോലെ തന്നെ മറ്റ് ഭൗതിക സൗകര്യങ്ങളുടെ കാര്യങ്ങളിൽ വളരെ പ്രധാനമായ പങ്ക് ഈ സ്കൂൾ വഹിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ അപ്രസക്തമായി നമ്മൾ കാണുന്നുണ്ട്. നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ പോഴുമൂട് സണ്ണി നിർവഹിച്ചു. PTA പ്രസിഡന്റ് റംസി അധ്യക്ഷയായി. HM സജി സ്വാഗതം പറഞ്ഞു. 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പുതിയ പാചകപ്പുര നിർമ്മിച്ചത്. എല്ലാ വീടുകളിലേക്കും ആവശ്യമായ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയും മരുന്നും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത്. അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ നഗരസഭയിൽ നടത്തിയ വിവിധ ലേലങ്ങൾ കരാറുകാരെത്താത്തതിനാൽ മുടങ്ങി. ലേലം മാർച്ച് 10-ാം തീയതിയിലേക്ക് മാറ്റിയതായി വൈസ് ചെയർമാൻ PA അനസ് അറിയിച്ചു.
പുനലൂർ നഗരസഭയിൽ ഇന്ന് നടത്താനിരുന്ന വിവിധ ലേലങ്ങളാണ് ലേലം വിളിക്കുവാൻ കരാറുകാർ എത്താത്തതിനെ തുടർന്ന് മാറ്റിവെച്ചത്. 11 ഇനം ലേലമാണ് ഇന്ന് നടത്താനിരുന്നത്. അതിൽ മതിയായ EMD സോൾവൻസി എന്നിവ കെട്ടിവെച്ചായിരുന്നില്ല മിക്കവരും ലേലത്തിൽ പങ്കെടുത്തത്. കൃത്യതയോടെ ലേലത്തിൽ പങ്കെടുക്കുന്നതിന് 2 വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു ആളുണ്ടായിരുന്നത്. അവയൊഴികെ ബാക്കിയുള്ളവ മാർച്ച് 10 മാറ്റിവെച്ചു. വെട്ടിപ്പുഴ കമ്പർട്ട് സ്റ്റേഷൻ നടത്തിപ്പ് 7,25,999 രൂപ, ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കമ്പർട്ട് സ്റ്റേഷൻ നടത്തിപ്പ് 1,50,000 രൂപ എന്നിങ്ങനെയാണ് 2 ലേലം നടന്നതെന്ന് വൈസ് ചെയർമാൻ അറിയിച്ചു. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കമ്പർ സ്റ്റേഷനിൽ നിന്നും ഫീസ് പിരിക്കുന്നതിനുള്ള അവകാശം, രണ്ടാമതായിട്ട് വെട്ടിപ്പുഴ കമ്പർ സ്റ്റേഷനിൽ നിന്നും ഫീസ് പിരിക്കുന്നതിനുള്ള അവകാശം, രണ്ടത്തെ സംബന്ധിച്ച് ലേലം ഇന്ന് ഇവിടെ നടന്നു. വെട്ടിപ്പുഴ കമ്പർ സ്റ്റേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം 4,51,000 രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലേലത്തിൽ പോയത്. എന്നാൽ ഈ പ്രാവശ്യം 7,25,999 രൂപയ്ക്കാണ്. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിലെ കമ്പർ സ്റ്റേഷനാണ്, അത് 1,50,000 ലേലം എടുത്തിട്ടുണ്ട്. 7 നില ഷോപ്പിംഗ് കോംപ്ലക്സിലെ കമ്പർ സ്റ്റേഷൻ, ചെമ്മന്തൂർ ബസ് സ്റ്റാൻഡ് നടത്തിപ്പ്, മത്സ്യ മാർക്കറ്റിലെ 3 മാട്ടിറച്ചി സ്റ്റാൾ, കലയനാട് മാട്ടിറച്ചി സ്റ്റാൾ, മാർക്കറ്റിനുള്ളിലെ മട്ടൺ സ്റ്റാൾ എന്നിവയുടെ ലേലമാണ് മാറ്റിവെച്ചത്. ഇവ മാർച്ച് 10 വീണ്ടും നടത്തുമെന്നും വൈസ് ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ മാങ്കോട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ബുധനാഴ്ച വിശേഷാൽ പൂജകളും നടന്നു. തുടർന്ന് സമൂഹ പൊങ്കാലയും അന്നദാനവും നടന്നു. വൈകിട്ട് 4 മണിയോടെ ക്ഷേത്രസന്നിധിയിൽ നിന്നും എഴുന്നള്ളത്തും ഘോഷയാത്രയും പുറപ്പെട്ടു. ചെണ്ടമേളം, താലപ്പുള്ളി, മുത്തുകുട, കലാരൂപങ്ങൾ, എടുപ്പുകുതിര എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് സൈഡ് വാൾ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഘോഷയാത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തിരികെ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലേക്ക് തിരിച്ചു. വർണ്ണാഭമായ ഘോഷയാത്ര കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തർ എത്തിച്ചേർന്നിരുന്നു. എഴുന്നള്ളത്തും ഘോഷയാത്രയും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ കരിമരുന്ന് പ്രയോഗവും തുടർന്ന് വിവിധ കലാരൂപങ്ങൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പത്തനാപുരം മേഖലാ സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ വെട്ടിപ്പുഴ NSS ഓഡിറ്റോറിയത്തിൽ മേഖലാ പ്രസിഡന്റ് S. പ്രഭാത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുണ്ടായിരുന്ന 1ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ മുതൽ 9ാമത് കമ്മീഷൻ വരെ എല്ലാ കമ്മീഷനും മുമ്പാകെ നമ്മൾ പറയുമായിരുന്നു, കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാരൻ സിവിൽ സർവീസ് മേഖലയിലെ ക്ലർക്കിന്റെ ജോലി പോലെ, പിയൂണിന്റെ ജോലി പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ JS-ന്റെയോ അങ്ങനെ ഹൈറാർക്കിയിൽ ഏത് നിലകൾ പരിശോധിച്ചാലും ആ വിഭാഗം ജീവനക്കാരെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ജീവനക്കാരല്ല വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ. അവരവരുടെ ജീവൻ തന്നെ പണയം വെച്ച് അവരുടെ കുടുംബബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ്. ജോലിക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവർ ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഈ നാട് സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ വനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവത്യാഗപരമായ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ്. ഈ മുഖത്തിൽ സംസ്ഥാന സർക്കാർ സർവീസിലെ മേഖല പരിശോധിച്ചാൽ 12ഓളം രക്തസാക്ഷികളെ സംസ്ഥാന രൂപീകരണ ശേഷം കാഴ്ചവെക്കേണ്ടി വന്ന ഒരു വിഭാഗം ജീവനക്കാർ നമ്മളല്ലാതെ വേറെ ആരുമില്ല. വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണി, ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യമായ പുരോഗതി ഉണ്ടാകാതിരിക്കുന്ന സ്ഥിതിവിശേഷം, പശ്ചിമഘട്ടത്തെ സംബന്ധിക്കുന്ന വിഷയത്തിലെ ആവശ്യകത, അനുദിനം വഷളായി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളോട് സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. മേഖലാ സെക്രട്ടറി സജു കെ മാത്യു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം ബി ദിലീപ്, ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ, ജില്ലാ സെക്രട്ടറി കെ വിജയകുമാരൻ നായർ, ട്രഷറർ TR ഷിബു, സംസ്ഥാന കൌൺസിലർ KA സേതുമാധവൻ, സംസ്ഥാന കൌൺസിലർമാരായ ബി വേണുകുമാർ, പുളിമാത്ത് ശ്രീകുമാർ, ബി ഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുക്കടവ് തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന നടപടി അനിശ്ചിതത്വത്തിൽ. നിർമ്മാണം ആരംഭിച്ചില്ല. നഗരസഭാ ഉപാധ്യക്ഷൻ സ്ഥലം സന്ദർശിച്ചു. കല്ലടയാറ്റിലെ ജലനിരപ്പ് താഴ്ന്ന പശ്ചാത്തലത്തിലാണ് കല്ലടയാറ്റിൽ പേപ്പർ മില്ലിന് സമീപമുള്ള തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. കല്ലടയാറ്റിലെ ജലനിരപ്പ് താഴ്ന്നാൽ പുനലൂരിൽ നിന്നും ആരംഭിക്കുന്ന 4 കുടിവെള്ള പദ്ധതികളെയും സാരമായി ബാധിക്കും. ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്ന പശ്ചാത്തലത്തിൽ മിക്ക കുടിവെള്ള പദ്ധതിയിലും പമ്പിംഗ് സുഗമമായി നടക്കാത്ത പശ്ചാത്തലത്തിൽ നഗരസഭയുടെ അഭ്യർത്ഥന പ്രകാരമാണ് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതിനായി അനുവദിച്ചത്. മണൽച്ചാക്ക് നിരത്തി തടയണയുടെ ഉയരം 2 അടിയോളം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ മണൽച്ചാക്കുമായി കരാറുകാരൻ എത്തിയെങ്കിലും മണൽച്ചാക്ക്
നിർത്താൻ പറ്റാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് കൂടാതെ തെന്മല ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതാണ് ജോലിക്ക് തടസ്സമായിരിക്കുന്നതെന്ന് കരാറുകാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളം കുറഞ്ഞിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇന്ന് ജോലി ചെയ്യാം, ഇവിടെ ജോലി ചെയ്യാനായിട്ട് രാവിലെ തൊഴിലാളികളുമായിട്ട് ഞങ്ങൾ വന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഡാം തുറന്നു വിട്ട് വെള്ളം കൂടുതലാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെള്ളം താന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ താഴ്ന്നു അപ്പോൾ ഞങ്ങൾ തടയണ ഇട്ടുകൊടുത്ത് അതിന് വേണ്ടുന്ന സൗകര്യം. മണൽച്ചാക്ക് നിർത്തി തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ ഷട്ടർ അടച്ച് ജലനിരപ്പ് താഴ്ത്താൻ ഡാം അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് വൈസ് ചെയർമാൻ PA അനസ് അറിയിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തടയണയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോൺട്രാക്ടർ ഇവിടെ ഉണ്ട്. ഇപ്പം നിലവിൽ ഉള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം തുറന്നു വിട്ടതിനാൽ വെള്ളം ഒഴുക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് പണി തുടങ്ങാനൊക്കാത്ത ഒരു സാഹചര്യമാണ്. വെള്ളം കുറയുന്ന മുറയ്ക്ക് താൽക്കാലികമായ തടയണ ഇവിടെ നിർമ്മിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയുടെ അടുക്കളത്തോട്ടം പരിശീലന പരിപാടി 2ാം ദിവസത്തിലേക്ക്. കലയനാട് വാട്ടർഷെഡ് പദ്ധതിയിലെ അംഗങ്ങളാണ് ക്ലാസിൽ പങ്കെടുത്തത്. പുനലൂർ നഗരസഭയും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന വാട്ടർഷെഡ് പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കൃഷി പരിശീലനം സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിക്ക് നഗരസഭ കോൺഫറൻസുകളിൽ സംഘടിപ്പിച്ച പരിപാടി വൈകിട്ട് 4 മണിക്ക് സമാപിച്ചു. കലയനാട് വാട്ടർഷെഡ് പദ്ധതിയിലെ അംഗങ്ങളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. ചർച്ചാ ക്ലാസ്സിന് വൈസ് ചെയർമാൻ PA അനസ് അധ്യക്ഷത വഹിച്ചു. അടുക്കളത്തോട്ടവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുക്കട വാട്ടർഷെഡിന്റെ അംഗങ്ങൾക്ക് പരിശീലനം നൽകിയുണ്ടായി. ഇന്നിപ്പം കലയനാട് വാട്ടർഷെഡിലുള്ള അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ വാട്ടർഷെഡ്. പുനലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. കേരളത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യമായിട്ട് പുനലൂരിലാണ്. ഇത് 5 വർഷത്തെ ഇത് പദ്ധതിയുടെ പൂർത്തീകരണം 5 വർഷമാണ്. പുനലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നീർത്തട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 3 കോടി രൂപയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇതാദ്യമായാണ് നഗരസഭാ പ്രദേശത്ത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നീർത്തട സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. കുടിവെള്ള പദ്ധതി അടക്കമുള്ളവയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്ന പദ്ധതിയാണിത്. 2,95,76,488 രൂപയാണ് പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നത്. നഗരസഭയിലെ 30 വാർഡുകളും പദ്ധതിയുടെ ഭാഗമാണ്. കൂടാതെ സമീപ പഞ്ചായത്തുകളായ പിറവന്തൂർ, കരവാളൂർ, തെന്മല, വിളക്കുടി പഞ്ചായത്തുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. കലയനാട് വാട്ടർഷെഡ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് കൃഷി ഓഫീസർ ക്ലാസുകളെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംയുക്ത ട്രേഡ് യൂണിയൻ ക്യാമ്പയിൻ കമ്മിറ്റി പുനലൂർ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പത്തനാപുരത്ത് നടന്നു. പുനലൂർ നഗരസഭയിൽ ഇന്ന് നടത്താനിരുന്ന വിവിധ ലേലങ്ങൾ കരാറുകാർ എത്താത്തതിനാൽ മുടങ്ങി. ലേലം അടുത്ത മാർച്ച് 10-ന്. കല്ലടയാറിന്റെ ജലനിരപ്പ് താഴ്ന്നു. കുടിവെള്ള പദ്ധതികൾ പമ്പിംഗ് അവതാളത്തിൽ. തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന നടപടി തീർത്തും പരാജയം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.